കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയ്യോ, ചെറിയച്ഛൻ എന്താ ഈ കാണിക്കുന്നേ? ചെറിയച്ഛനെന്താ വൈദേഹിയുടെ മുമ്പിൽ കയ്യും കൂപ്പി നിൽക്കുന്ന? പ്രായത്തെ കവിഞ്ഞ പക്വതയുള്ള നിന്റെ മനസ്സിനോട് എനിക്ക് തോന്നിയ ആദരവാണ് മോളെ അത്. രണ്ടുപേരും കൂടി എന്ത് രഹസ്യമാണാവോ പറയുന്നത്? ചെറിയച്ഛന്റെ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ ഒന്നുമല്ല ചെറിയച്ഛ. ഞാനിവിടെ എന്റെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടി ഈ ത്യാഗത്തിന് തയ്യാറായത്. പക്ഷെ ചെറിയച്ഛൻ സ്വന്തം മകനായ വരുണിന് പട്ടാഭിഷേകം നടത്താനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ദേവേട്ടന്റെ പേരല്ലേ എഴുതിയത്. നിന്നു ദേ ഇപ്പൊ അവള് ചെറിയച്ഛന്റെ മുമ്പിൽ കൈകൂപ്പുന്നു. സത്യത്തിൽ അവർക്കിടയിൽ എന്തായിരിക്കും നടക്കുന്നത്? എന്തു പറ്റി മാഡം? എന്താ നടപടിയിൽ അന്തം വിട്ട് നിൽക്കുന്നത്? ഗാഠമായ എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു. എനിക്ക് പുതിയൊരു സംശയം. നിന്റെ അച്ഛൻ നമ്മുടെ പാർട്ടിയാണോ അവരുടെ പാർട്ടിയാണോ? എന്തിനാ നിനക്ക് അങ്ങനെ ഒരു സംശയം എന്ന് ചോദിച്ചാ അവളുമായിട്ട് ചെറിയച്ഛൻ ഭയങ്കര അടുപ്പമാണല്ലോ. ഇതിപ്പോ അവരുടെ നന്മയാണോ ആഗ്രഹിക്കുന്നത്, നിന്നെ കുറിച്ചാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ലടാ. എനിക്കും ആ സംശയം തോന്നിയിരുന്നു. അന്ന് ഡോക്യുമെന്റിൽ എന്റെ പേര് എഴുതാതെ ദേവന്റെ പേര് എഴുതിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയില്ല. പക്ഷെ എന്റെ അച്ഛനല്ലേന്ന് കരുതി സ്വന്തം മകനെ തന്നെ പുറകിൽ നിന്ന് കുത്തില്ലാന്ന് ചെറിയൊരു വിശ്വാസം. ഇവിടെ അമ്മയും അച്ഛനും ഒന്നുമില്ല വരണേ. സംശയം തോന്നിയാൽ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. അതെന്താന്ന് വെച്ചാ ചെയ്യേ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കെ. അയ്യോ, ഇന്നിവര് ഉപവാസമല്ലേ അമ്മേ? മറന്നു അല്ലേ? പാവം, അച്ഛനു വേണ്ടി ഇവരെല്ലാരും കുടുംബത്തോടെയല്ലേ ഉപവാസം ഇരിക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ പേരിലെങ്ങാനും അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നാലോ അമ്മേ? നോക്കാം. എന്തൊരു കഷ്ടോ ഇത്. വല്ലാത്തൊരു അടിയായി പോയി അച്ഛമ്മേ. ആ ശ്രേയച്ചേച്ചിക്ക് വേണ്ടി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ വയറ്റ് തടിച്ചളന്നല്ലോ അച്ഛമ്മ. ഒന്ന് വായ അടക്കടാ മുതുക്ക. വാ തുറന്നാ തോന്നിയാസേ പറയൂ. ഒന്ന് അവിടെ ഞാൻ പോയി അടങ്ങിയിരിക്കാൻ നോക്ക്. വയറ്റിന്റെ അകത്ത് ഉറുമ്പടിക്കാൻ തുടങ്ങിയ എങ്ങനെയാ അച്ഛമ്മ അടങ്ങിയിരിക്കുക? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനൊരു ഉപവാസത്തിനും കൂടുന്നില്ല. ചേച്ചി അറിയാതെ പറഞ്ഞവതൊന്ന് പറഞ്ഞേക്കാം. അവിടെ നിക്കടാ. അവളുടെ മനസ്സിൽ ആദ്യമായിട്ട് തോന്നിയ ഒരു ബുദ്ധിയാ. നീ ഇനി അതും കൂടെ നശിപ്പിക്കാൻ നോക്കണ്ട. നോക്കിയിരിക്കാതെ ചെറുക്കനോട് പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്തു പറയാനമ്മേ? ഇങ്ങനെ പട്ടിണി കിടക്കുന്നതിന് പകരം അവൾക്ക് വേറെന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? മോളുടെ ജീവിതത്തെക്കാളും വലുതാണോ നിനക്ക് ഇവന്റെ ഒരു നേരത്തെ പട്ടിണി? നിങ്ങൾക്കാർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം. ആ അനാഥപ്പുഴു ദേവനെ കൊണ്ട് താലി കെട്ടിക്കാന്ന് വാക്ക് തന്നതാ. സത്യം പറഞ്ഞതാണോ അതോ നമ്മളെ കളിപ്പിച്ചതാണോ ആവോ? ആ അനാഥപ്പുഴുവിന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? സിറ്റുവേഷൻ അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ. ശ്രേയ ഭർത്താവിനെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. വൈദേഹിയാണെങ്കിൽ അവന്റെ അടുത്തുനിന്ന് മാറുന്നുമില്ല. ഇവർക്കിടയിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി നടക്കുന്നുണ്ടല്ലോ. ശ്രേയെ കുറച്ച് പരിപ്പ് കറി ഒഴിക്കൂ.
നീ എന്താ വൈദേഹി കയറി ശ്രേയെന്ന് വിളിക്കുന്നത്? നിന്റെ തലയ്ക്ക് വല്ലതും പറ്റിയോ? അതോ നിനക്ക് കണ്ണ് കാണാതായോ? വൈദേഹിയായിരുന്നല്ലേ? സോറി. ദേവന്റെ അരികീന്ന് മാറാതെ അവന് പരിചരിക്കുന്നത് കണ്ടപ്പോ ശ്രേയായിരിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പല തവണ അവളോട് പറഞ്ഞതാ അവന്റെ അടുത്ത് പോയി നിക്കല്ലേ നിക്കല്ലേ എന്ന്. അവള് കേക്കണ്ടേ? ഇപ്പൊ ഇവളാണോ ഭാര്യയെന്ന് തെറ്റിദ്ധരിച്ചു എന്നാ മുറ്റുപെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ? തെറ്റിദ്ധരിച്ചല്ലോ അച്ഛമ്മേ, ശരിക്കും ഭാര്യ തന്നെയല്ലേ? നീ വായടക്കടാ. അല്ല, ഭാര്യയ്ക്ക് മാത്രമല്ലേ ഇത്രയേറെ അടുക്കാനും ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാനും സാധിക്കുള്ളൂ? അതാ ഭാര്യയായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോയത്. അത്രേ ഉള്ള കാര്യം. ചേച്ചി, ഡേവേട്ടിന് ഞാൻ വിളമ്പി കൊടുത്തോളാം. ചേച്ചി ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിക്കോ. നിക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, അതിനുവേണ്ടി സ്ഥലം മാറൊന്നും വേണ്ട. അവരവരുടെ സൗകര്യത്തിനൊത്ത് അവിടെ തന്നെ നിന്നു. പിന്നെ ദേവൻ അതൊരു വിഷമമായി മാറില്ലേ? പിശാച്. ഊർമിളേ, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ നാവിത്തിരി കൂടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാമേ? എല്ലാവരുടെയും നാവ് വായിലാ ഉണ്ടാവുക. എനിക്കാണെങ്കിൽ അത് തലച്ചോറിനകത്താൻ തോന്നുന്നു. അതുകൊണ്ടാ കാണുന്ന സത്യങ്ങൾ അത് തുറന്നു പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ അമ്മേ തെറ്റ്? നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് 1 മണിക്കൂർ മാത്രം ഇവരെ 3 പേരെ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ട് ആരാ ഭാര്യയും ഭർത്താവും എന്ന് ചോദിച്ചാ ഉറപ്പല്ലേ ദേവനും വൈദേഹിയാണെന്നേ അവർ പറയും. അതേ ഈ വ്യക്തിയോട് തന്നെ ചിലപ്പോ 1 മണിക്കൂറിന് പകരം 1 വർഷം നിരീക്ഷിക്കാൻ പറഞ്ഞാലും നമ്മൾ ഭാര്യയും ഭർത്താവാണെന്ന് പറയാൻ പോകുന്നില്ല എന്ന് കരുതി നമ്മൾ രണ്ടുപേരും അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സത്യം പുറത്തു ചാടിക്കാന്ന് വിചാരിച്ചപ്പോ അതിനിടയ്ക്ക് ഇവൻ ഒരു കാര്യവുമില്ലാതെ അസ്ഥാനത്ത് ചാടി വീണോളൂ. ഓരോ മനുഷ്യന്റെ സ്വഭാവം ഓരോ രീതിയിലാ. അടുത്തിടപഴകിയതുകൊണ്ട് ഭാര്യയും ഭർത്താവും ആവണമെന്നില്ല, അങ്ങനെ അല്ലാത്തതുകൊണ്ട് അല്ലാതെ ആവുന്നില്ല. വൈദേഹി എപ്പോഴും എല്ലാവരോടും ഇങ്ങനെ തന്നെയാണല്ലോ. അത് അവളുടെ സ്വഭാവത്തിന്റെ പ്രകൃതമാണ്. മഞ്ഞപ്പിത്ത പിടിച്ച കണ്ണുകൾക്ക് എല്ലാം മഞ്ഞളിച്ചല്ലേ കാണൂ. മോൾ ഇതൊന്നും കേട്ട ഭാവം കാണിക്കണ്ട, വിളമ്പിക്കോട്. ഒന്നും കേൾക്കണ്ടേ? കേൾക്കണമെന്ന് നിർബന്ധവും ഇല്ല. വരുന്നാളുകളിൽ വേണ്ടാത്തതെന്തെങ്കിലും സംഭവിക്കുമ്പോ അന്ന് ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞോളാം. എന്റെ ഊർമിള നിന്റെ മനസ്സിൽ അതങ്ങ് തുറന്നു പറയേ, അവിടെ തീരുമല്ലോ. ഒത്തിരി കാര്യങ്ങളുണ്ടമ്മേ. ഞാനെങ്ങാനും ചോദിച്ചാ ഉടനെ എല്ലാരും കൂടി എനിക്ക് വട്ടാണെന്ന് പറയും. അയ്യോ, എത്ര വിലയുള്ള സാരി ഇതെന്നറിയോ? കണ്ണടച്ചു പിടിച്ചോണ്ടാണോ വിളമ്പുന്നേ?
ഏട്ടത്തിയമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കാനും തല്ലുകൊള്ളാനും ഒക്കെ വൈദേഹി ഈ വീട്ടിലെ വേലക്കാരിയല്ലെന്ന് ഓർക്കണം. ഓഹോ, പിന്നെ ആരാണാവോ ഈ മാഡം? കുറച്ചു മുമ്പല്ലേ നിന്റെ മനസ്സിൽ എന്താ ഊർമിളയെന്ന് അമ്മ ചോദിച്ചേ? ദേ ഇത് തന്നെ. ഇതിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്ന് തിളച്ചോണ്ടിരിക്കുക. മനസ്സിലാകുന്നില്ല. വൈദേഹി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ദേവൻ എന്തുകൊണ്ട് അത് സഹിക്കാൻ പറ്റാത്ത? അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് ഒരു മുറിയിന്ന് കയ്യോടെ പൊക്കിയിട്ടും പട്ടാഭിഷേകം ദേവന് തന്നെ നടത്തണമെന്ന് അച്ഛൻ എന്തുകൊണ്ടാണ് നിർബന്ധം പിടിച്ചതെന്നും മനസ്സിലാവുന്നില്ല. ഡേവിഡിന്റെ അച്ഛന് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായോണ്ട്. എന്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അതിനെന്താ ഒരു തെളിവ്? നിന്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആ നേരത്തെ എന്തിനു നീ ദേവന്റെ മുറിയിലേക്ക് കയറിപ്പോണം? നിന്റെ മനസ്സിൽ എന്താണെന്നും നീ ഏതാ സാധനമെന്നും എനിക്ക് നല്ലോണം അറിയാം. എന്റെ ഏട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വൈദേഹിയെ കുറിച്ച് ഇനി തെറ്റായ ഒരു അക്ഷരം വായിന്ന് വന്നാ ഇനി ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. ദേവാ, മോനെ മോനെ, ഭക്ഷണം കഴിക്കാതെ പോവല്ലേ മോനെ, ഇങ്ങോട്ട് വന്നേ. എന്ത് തോന്നിയാ സീ കാണിച്ചത്? ആരോട് എന്താ പറയണ്ടെന്നറിയില്ല. നീ കാരണം ഇന്നെന്റെ മോൻ പട്ടിണിയായി. അതുകൊണ്ടൊന്നും സംഭവിക്കില്ലല്ലോ അമ്മേ. ദേവൻ കഴിച്ചില്ലെങ്കിലും ഉരുള ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കാൻ ഈ വീട് മുഴുവൻ ആൾക്കാരുണ്ടല്ലോ. എന്താ നോക്കി നിൽക്കുന്നത്? എടുത്തോണ്ട് പോയി ഉരുട്ടി കൊടുക്ക്. ഓ സോ സോറി. വീണ്ടും നിന്നോട് തന്നെ പറഞ്ഞു അല്ലേ? ശ്രേയാണല്ലേ ഭാര്യ? നിന്നോട് പറയേണ്ട കാര്യം തന്നെയില്ല. ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തൊരു ഭാര്യയാണല്ലോ. പിന്നൊരു കാര്യം, ഞാൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുമല്ല. സാരി ഒന്ന് വൃത്തിയാക്കണം, എന്നിട്ട് വയറ് നിറച്ച് കഴിച്ചോളാം. ഈ ഊർമിള ഇങ്ങനെ, ഇവളെ ആർക്കും മാറ്റാനാവില്ല. വിഷമിക്കണ്ട മോളെ. നിന്നെക്കുറിച്ച് ദേവന്റെ ഭാര്യ ശ്രേയ എന്തെങ്കിലും പറഞ്ഞാലേ നീ അത് കാര്യമാക്കേണ്ടതുള്ളൂ. കൗസല്യോ ഞാനോ ആരും നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറ്റാരെന്ത് പറഞ്ഞാലും നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. വൈദേഹി എങ്ങനെ വേണേലും തലകുത്തി നിൽക്കട്ടെ. പക്ഷെ ദേവൻ അവിടെ വാലെ തൂങ്ങുന്നതാ എന്നെ വിഷമിപ്പിക്കുന്നേ. വൈദേഹി ആരും ഒന്നും പറയാൻ അവൻ സമ്മതിപ്പിക്കുന്നില്ലല്ലോ. എന്നാൽ ശ്രേയെ കല്യാണം കഴിക്കാൻ വൈദേഹി പറഞ്ഞാലും അവൻ കേൾക്കുവോ? പറ മോനെ വരണേ. ഞാൻ നല്ലവനായെന്ന് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കില്ല. എന്നാലും എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഈ ആസ്തിയുടെ പുറകെ, അധികാരത്തിൻ്റെ പുറകെ ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അച്ഛാ. അത് കയ്യിൽ കിട്ടാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ വല്യച്ഛനിങ്ങനെ അനങ്ങാൻ പറ്റാതെ കിടന്ന ശേഷം ഇത്രയൊക്കെ ഉള്ളൂ ജീവിതമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. ക്ഷണികമായി ഈ ജീവിതത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ അത്യാഗ്രഹവും ദേഷ്യവും വിദ്വേഷവും ഒക്കെ കാണിക്കുന്നത്? ഈ ഭൂമിയിൽ ആർക്കൊന്നും ശാശ്വതമായിട്ട് കിട്ടാൻ പോണില്ല. എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ ഒരാഗ്രഹവും ഇല്ല അച്ഛാ.
സമാധാനമായിട്ടൊന്ന് ജീവിച്ചാൽ മാത്രം മതി. തകർത്തു പിടിച്ച് അഭിനയിക്കുകയാണല്ലോ വരുൺ. നീ ശരിക്കും പൊളിയാടാ. 100/100. ഈ പെർഫോമൻസ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ തന്നെത്താനെ എല്ലാം പുറത്തു വന്നോളൂ. നമ്മുടെ ദേവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി പട്ടാഭിഷേകം നടത്തി എൻ്റെ അനുജനെ തന്നെ അനന്തരാവകാശിയാക്കിയത് എത്ര നന്നായി. ഒരു മണ്ണാങ്കട്ടെ അറിയാത്ത എൻ്റെ കയ്യിൽ ഇതൊക്കെ വെച്ച് തന്നിരുന്നെങ്കിൽ ഒന്നും തന്നെ ഒരിടത്തും എത്തില്ലായിരുന്നു അച്ഛാ. ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്വം എനിക്ക് താങ്ങാനാവില്ല. ഇതെന്താ, ഇവൻ എൻ്റെ മോൻ തന്നെയാണോ? പേരിന്റെ കാര്യം ഡോക്യുമെന്റ്സിൽ ദേവന്റെ പേരെഴുതിയത് ആരാണെന്ന് ചോദിച്ചു നോക്ക്. മാടപ്രാവ് സത്യം പറഞ്ഞോളൂ. അപ്പം മനസ്സിലാവും നിന്റെ അച്ഛൻ ആരുടെ പാർട്ടിയാണ്. ഇതെന്താ ചെറിയച്ഛൻ്റെ അടുക്ക നല്ലവനായിട്ട് അഭിനയിച്ച് സത്യം പറയിപ്പിക്കാനുള്ള ശ്രമമാണല്ലേ? ചെറിയച്ഛൻ ഇത് വിശ്വസിച്ച് സത്യം തുറന്നു പറഞ്ഞാലോ? എവിടെ അവരിപ്പോ? ഇതിൽ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് അച്ഛൻ അറിയോ? ആ ഡോക്യുമെന്റ്സിൽ അച്ഛൻ എഴുതിയത് എൻ്റെ പേരാ. അതെങ്ങനെ ദേവന്റെ പേരായി മാറി? അതാര് ചെയ്തതായാലും കൊള്ളാം, നന്നായെന്നേ ഞാൻ പറയും. പോയിന്റ് പിടിക്കടാ. അന്ന് ദേവന്റെ പേരെഴുതിയത് അച്ഛനാണെന്നാ ഞാൻ കരുതി. അല്ല, അന്ന് അത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്നേനെ. ഇനിയൊരു പക്ഷേ അത് സത്യമാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ ഞാനായിരിക്കും അച്ഛാ. അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണ്. ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കാൻ അച്ഛനാണ് കാരണം എന്നറിഞ്ഞ അതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാരണമില്ല അച്ഛൻ. അച്ഛൻ ചെയ്തത് നന്നായി. നീ എത്രമാത്രം മാറിപ്പോയടാ. എനിക്ക് സന്തോഷമായി മോനെ. നീ ഇത്രയേറെ മാറിയത് കാണുമ്പോൾ എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. നിന്നെ ഇങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ചെറിച്ച അയ്യോ, എന്റെ ചെറിച്ച, നീ നല്ലവനായെന്നറിഞ്ഞപ്പോ ഇത്രയേറെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ അച്ഛൻ അവരുടെ പാർട്ടി തന്നെയാണ്. നിനക്ക് ഇത്രയും മനംമാറ്റം ഉണ്ടാകുമെന്നും എല്ലാം മനസ്സിലാക്കുമെന്നും എനിക്കറിയായിരുന്നടാ. സത്യത്തിൽ അന്ന് നിന്റെ പേര്